പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് സ്ത്രീകളും വസ്ത്രധാരണയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ വസ്ത്രധാരണ മാത്രം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത്? എന്താണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതെ, സ്ത്രീകൾ തന്നെയാണ് മാന്യതയില്ലാത്ത വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്നത്. ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്നത് നാം കണ്ടിട്ടുണ്ടോ? അഥവാ അങ്ങനെ അവർ പുറത്തിറങ്ങിയാൽ തന്നെ അത് സമൂഹം തന്നെ അതിനെ എതിർത്തുകൊണ്ടിരിക്കും. എന്നാൽ ഒരു സ്ത്രീ പുരുഷന്റെ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയാൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്തിനു വേണ്ടിയാണ് നമുക്ക് വസ്ത്രം? നമ്മൾ തിരിച്ചറിയുവാനും നമുക്ക് അലങ്കാരത്തിനും വേണ്ടിയാണ്, നമ്മുടെ ഗോപ്യസ്ഥാനങ്ങൾ മറക്കുന്നതിനു വേണ്ടിയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ ബനീ ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗഹാതികും വരീഷ വലിബാസുത് തഖ്വാ ദാലിക ഖൈർ ദാലിക മിൻ ആയാതില്ലാഹി ലഅല്ലഹും യദ്ദക്കറൂൻ. നമ്മുടെ വസ്ത്രങ്ങൾ നമുക്ക് മാന്യതയുള്ള വസ്ത്രങ്ങളാണോ ധരിച്ചിട്ടാണോ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പുറത്തിറങ്ങുന്നത്? അല്ല, ഒരിക്കലുമല്ല. എന്തുകൊണ്ടാണ് സ്ത്രീകളോട് ഇങ്ങനെ മാന്യമായ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ പറയുന്നത്? സ്ത്രീകൾ ആക്രമിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്, സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ അത് സ്ത്രീകളും കുട്ടികളും ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല. ഒരു മിഠായി, ഉദാഹരണത്തിനായി ഒരു മിഠായി, നമ്മൾ തുറന്നു വെച്ച ഒരു മിഠായിയും അടച്ചു വെച്ച ഒരു മിഠായിയും നാം ചിന്തിച്ചു നോക്കൂ. തുറന്നു വെച്ച മിഠായിലേക്ക് ഉറുമ്പുകൾ കയറി ആ മിഠായി നശിപ്പിക്കുന്നു. എന്നാൽ അടച്ചു വെച്ച ഒരു മിഠായിലേക്ക് ഉറുമ്പ് കയറുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മൾ അടച്ചു വെച്ച്, നമ്മൾ നല്ല ഇസ്ലാമികപരമായ വസ്ത്രം ധരിച്ച് നാം പുറത്തിറങ്ങിയാൽ നമുക്ക് ആരെയും പേടിക്കാതെ നല്ല രീതിയിൽ ജീവിച്ചു പോകാം. എന്നാൽ മാന്യത ഇല്ലാത്ത വസ്ത്രം ധരിച്ച് നാം പുറത്തു പോകുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വരും. പിന്നീട് നമ്മൾ അതിന് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ വേഷവിധാനങ്ങളെല്ലാം നാം മാന്യതയുള്ളതാക്കണം. നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനി മിൻ ഖൈരി ഖൗലി മിന്നി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മുടെ യാതൊരു കഴിവും ശക്തിയുമില്ലാതെ എനിക്ക് ഈ വസ്ത്രം നൽകുകയും അണിയിക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഈ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ച് മാന്യമായ വസ്ത്രം ധരിച്ച് നമ്മളും നമ്മുടെ പെൺമക്കളെയും പുറത്തിറക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിനുള്ള ഒരു കഴിവ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.